ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ ഷോർട്ട് വീഡിയോയുടെയും കൂടെ ഉള്ള പുതു വീഡിയോ ആയിട്ട് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ റെഡിയായി നല്ല അമ്പലത്തിലേക്ക് പോകാനെക്കൊണ്ടും ഷോപ്പിങ്ങിന് പോകാനെക്കൊണ്ടും പിന്നെ അത്യാവശ്യം കല്യാണങ്ങളൊക്കെ പറയാനെക്കൊണ്ടും ഒക്കെ ഇറങ്ങിയതാട്ടോ. അങ്ങനെ നമ്മൾ രാത്രിയിൽ കിടന്നപ്പോൾ ഭയങ്കര പ്ലാനിങ്ങും കാര്യങ്ങളും ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും യൂട്യൂബിൽ പറഞ്ഞിട്ടായിരുന്നു നമ്മൾ കയറിയത് നോക്കാം. പക്ഷേ വളരെ താമസിച്ചാണ് കേട്ടോ നമ്മൾ പോയത്. എന്തിനാണ് നമ്മൾ രാവിലെ അമ്പലത്തിലെത്തി ഒരു 9 മണിയോടുകൂടിയൊക്കെ നമ്മൾ അമ്പലത്തിലെത്തി. അങ്ങനെ എത്തിയതാണ്ട് ആദ്യം തന്നെ നമ്മൾ കാലൊക്കെ കഴുകിയിട്ടാണ് അമ്പലത്തിലേക്ക് പോകാനായിട്ട്. അങ്ങനെയാണ് നമ്മൾ കാലൊക്കെ കഴുകാനായിട്ടുണ്ടായിരുന്നു. അപ്പം കാശിക്കുട്ടിന് വെള്ളം കണ്ടപ്പോഴത്തേക്കിനും എന്തൊന്നുമില്ലാത്തൊരു പരിവേഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതൊക്കെ അവിടെ ഇങ്ങനെ നിർത്തുകയൊക്കെ ചെയ്തതിന് ശേഷം അവനെ പതുക്കെ ഇങ്ങനെ പിടിച്ച് കയറ്റിയിട്ടാണ്. വരാനെക്കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാണുമ്പോൾ അറിയാമല്ലോ, ആ കാല് കഴുകിയില്ല, ഈ കാല് കഴുകിയില്ല, ആ വിരൽ നനഞ്ഞില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അവസാനം അവനെ എങ്ങനെയെങ്കിലും നമ്മൾ പിടിച്ച് കയറ്റണമല്ലോ എന്ന് കരുതാണ് നമ്മൾ പിടിച്ച് കയറ്റാൻ തന്നെ തിരിച്ചു വരുമ്പോൾ കയറ്റാനൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ കയറ്റുക. ഒരു കാര്യത്തിൽ വരുന്നില്ല കേട്ടോ, അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ എനിക്ക് ചെറിയ കാലിന് പ്രശ്നമുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ പെടുത്തി അവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഞാൻ പിന്നെ തീർത്ഥം കുടയുന്നത് പോലെ വെള്ളമൊക്കെ പറഞ്ഞിങ്ങനെ കൊടുക്കുകയാണ്. അങ്ങനെ അവനെ പതുക്കെ നമ്മൾ തിരിച്ച് കയറുക. അങ്ങനെ തിരിച്ച് കയറി അതിന് ശേഷം ചേട്ടൻ ഇറങ്ങുന്നതാണ്. ചേട്ടൻ്റെ കൂടെ ഇറങ്ങണമെന്നൊക്കെ നമ്മൾ കാശി പിടിക്കുന്ന നിൽക്കുക കേട്ടോ. എന്തായാലും നമ്മൾ ഇറക്കിയൊന്നും കിട്ടില്ല. എന്നതാണ്ട് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോകാം. അങ്ങനെ ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പക്ഷേ കുറച്ച് ലേറ്റായിട്ട് വന്നുകൊണ്ട് ഒരുപാട് തിരക്കിൽ പെട്ടു നിന്നില്ല. പക്ഷേ അകത്തേക്ക് കയറാനെ കൊണ്ടുള്ളൊരു ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് കുറേ നേരം നിന്നു. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും തൊഴുതതിന് ശേഷം എന്താണ്ട് ഈ തൊട്ടിലൊക്കെ കിട്ടിയിരിക്കുന്നുണ്ട്. എന്തോ വഴിപാടിൻ്റെ ഒക്കെ കാര്യസിദ്ധി വഴിപാടിൻ്റെ എന്തോ ഒരു ഇതാണത്. അങ്ങനെ അവിടെ കുറേ പേര് പിന്നെ നാമം ജപിക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ പതുക്കെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാനെ കൊണ്ടൊക്കെ വന്നു കേട്ടോ. ഇങ്ങനെ ഫുഡ് കഴിക്കാനെ കൊണ്ട് കുറേ അധികം സമയം ഇരിക്കേണ്ടതായിട്ട് വന്നു. ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതായത് കുറേ നേരം നമ്മൾ ഇരുന്നു കേട്ടോ. നമ്മൾ വിശന്ന് വന്നിട്ട് ഒരുപാട് നേരം പിന്നെ വെയിറ്റ് ചെയ്യാൻ വന്നത് ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ്. എന്നിരുന്നാലും വന്ന ഫുഡ് നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ കാശിക്ക് നൂഡിൽസ് വേണമെന്ന് നമ്മൾ വടക്കുണ്ടാക്കിയതുകൊണ്ട് നൂഡിൽസും പിന്നെ പൊറോട്ടയും പനീറും അങ്ങനെ പിന്നെ എന്തോ ഒരു ഫ്രൈ എന്തുമായിരുന്നു, ചിക്കൻ ഫ്രൈയോ എന്തുമായിരുന്നു വാങ്ങിയിരുന്നത്. അങ്ങനെ അതെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. അതിന് ശേഷം നമ്മൾ നേരെ ഡ്രസ്സൊക്കെ എടുക്കാനൊക്കെ കൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ ഡ്രസ്സ് എടുക്കാനെ കൊണ്ടൊക്കെ കയറി. അങ്ങനെ കാശി ആദ്യം തന്നെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ കയ്യെ പിടിച്ച് കയറുക കേട്ടോ. അമ്മ വിചാരിച്ചു കൊച്ചു നല്ല മര്യാദയുള്ള കൊച്ചൊക്കെ ആണല്ലോ, കയ്യിലൊക്കെ പിടിച്ചാണല്ലോ വരുന്നതെന്നൊക്കെ കരുതി വേണ്ട കയറ്റിക്കൊണ്ട് പോവുകയാണ്. പക്ഷേ അകത്ത് കയറിയപ്പോഴത്തേനും ഞങ്ങളുടെ സ്വഭാവവും കാര്യങ്ങളും ഒക്കെ അങ്ങ് മാറി. അങ്ങനെ നമ്മൾ വേണ്ട നേരെ ടെക്സ്റ്റൈൽസിനുള്ളിലേക്ക് കയറി. അപ്പോൾ നമ്മുടെ തിരുവല്ലയിലുള്ള കരീഷ്മ സിൽക്സ് ആണ്. അപ്പോൾ നമ്മുടെ അമ്മ ഇവിടെ 10-20 വർഷത്തോളമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ കൊടുമണ്ണായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നും അടൂരായി. അടൂർ ഒരു ഷോപ്പുണ്ട്, അടൂർ ക്യാമ്പസ് എന്നാണ്. കൊടുമണ്ണുള്ള ഷോപ്പിൻ്റെ പേര് കരീഷ്മ എന്നാണ്. അപ്പോൾ അമ്മ കൊടുമണ്ണും ആദ്യം കൊടുമണ്ണായിരുന്നു, പിന്നീട് ഇപ്പോൾ അടൂരാണ്. അപ്പം അത്രത്തോളം വർഷത്തെ പഴക്കമുണ്ട്. അപ്പോൾ ഇതാണ്ട് നമ്മൾ ഡ്രസ്സ് വെഡ്ഡിങ് സാരി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ കളറും കാര്യങ്ങളൊന്നും നിശ്ചയിച്ചിട്ടല്ലായിരുന്നു പോയത്. അവിടെ ചെന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറങ്ങ് സെലക്ട് ചെയ്ത് എടുക്കുമായിരുന്നു കേട്ടോ. പിന്നെ എല്ലാ റേറ്റിനുമുള്ള വെഡ്ഡിങ് സാരികൾ ഉണ്ട്. നമ്മൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം സെലക്ട് ചെയ്ത് നമ്മളത് എടുക്കുകയാണ് ചെയ്തത്. കാശി ബഹളം പതിവ് പോലെ വെച്ചപ്പോഴത്തേക്കിനും ഫോണൊക്കെ കൊടുത്ത് അവിടെ ഒരു സൈഡിലായിട്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ചേട്ടൻ കണ്ട് ഇവിടെ അത്യാവശ്യം എല്ലാം പോയി എല്ലാം ഒന്ന് കവർ ചെയ്തെടുത്തിട്ട് വന്നതാട്ടോ. അങ്ങനെ വിവാഹത്തിലെ ആദ്യത്തെ ആ ഒരു ഭയങ്കര നമ്മൾ ഭയങ്കര തിരക്കൊക്കെ ഇട്ട് ചെയ്യുന്നൊരു സംഭവം നമ്മൾ വളരെ സമാധാനപരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ഓരോന്നും ഇങ്ങനെ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു. എന്നാലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ വെഡ്ഡിങ് സെക്ഷനിൽ അത്ര തിരക്കില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ കയറി നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അമ്മയും എടുത്ത് കാണിക്കുകയാണ് ഏത് വേണമെന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൺഫ്യൂഷൻ അടിച്ച് വണ്ടടിച്ചിരിക്കുകയാണ്.
പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്നത് എടുക്കാം എന്ന് കരുതി നമ്മൾ നിന്നാലും അതിൻ്റെ ഇടയ്ക്ക് നമ്മളോട് പറയുമല്ലോ, അയ്യോ ആ കളറ് കൊള്ളില്ല, ഈ കളറ് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളിന്ന് നിരുത്സാഹപ്പെടുത്തും. എന്നാലും അതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാതെ പതുക്കെ ഇങ്ങനെ ഓരോന്നും നമ്മളെടുത്തിട്ട് നമ്മളുടെ ഇഷ്ടാനുസരണം ഇങ്ങനെ വെച്ചൊക്കെ നോക്കി എടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവളുടെ സാരി എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് ബാക്കിയുള്ളവർക്കുള്ള സാരി എടുപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നടക്കുകയാണ്. സാക്ഷി സദാ പാലയ സാക്ഷി സമാന രഹിത സമാന രഹിത മോഹനാംഗി സദാ പാലയ സാക്ഷി സമാന രഹിത സമാന രഹിത മോഹനാംഗി സദാ പാലയ സുധാ മധുര വാഗ്വിലാസിനി സുധാ മധുര വാഗ്വിലാസിനി സുജനാഗമോഹിനി എന്താ സദാ പാലയ സാക്ഷി സമാനരഹിതമോ. അങ്ങനെ പർച്ചേസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മുടെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അവിടെ വന്നപ്പോഴത്തേക്കും നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ വഴക്ക് പറയാതെ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കെങ്കിലും കുറച്ച് സമാധാനം താന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം എല്ലാവരും നല്ല ക്ഷീണിച്ചാട്ടോ വന്നത്. ഞാൻ പറഞ്ഞു ഇല്ല പറ്റില്ല, ഒരു വീഡിയോ എടുത്തിട്ട് ഞാനങ്ങ് പൊക്കോളാം എന്ന് കരുതി ഞാൻ പതുക്കെ ചെന്ന് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. ഈ വീഡിയോ എടുക്കുന്ന എനിക്കാണ് ഇവരെ ക്ഷീണമെന്നുള്ള കാര്യം ഇവരെ ആലോചിക്കാതെ കൊണ്ടാണ് എന്നോട് ഈ വഴക്ക് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുക. ചോറുണ്ടായിരുന്നു, കറി, തോരൻ, പിന്നെ കക്ക വറുത്തത്, പിന്നെന്താ മീൻകറി, അങ്ങനെ കുറേ അധികം ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ ഉണ്ടതിന് ശേഷം അവിടെ ഇവിടെയായിട്ട് കുറേ ചെടിയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് വീട്ടിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ പര്യവസാനിക്കുകയാണ്. പര്യവസാനിക്കുകയല്ല, ഇന്നൊരു കാര്യം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുകൂടെ ഒന്ന് കാണാം. അപ്പോൾ അതാണെങ്കിൽ മെയിനായിട്ട് നമ്മളൊരു കാര്യം വിട്ടുപോയായിരുന്നു, ചെരുപ്പൊക്കെ എടുക്കണമായിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ചെരുപ്പ് എടുക്കാനൊക്കെ കൊണ്ട് വന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കാശിയുടെ ഭയങ്കര ബഹളം, അവനും കല്ലുള്ളത് വേണം, അതുള്ളത് വേണം, ഇതുള്ളത് വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം തന്നെ. അങ്ങനെ അവന് ഇഷ്ടപ്പെട്ടത് എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബേബി, സീ യു. ഓക്കെ.